അസൂയ, കണ്ണുകടി ഇത്യാദി മാനുഷിക വികാരങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ, ഭരണപരമായ തീരുമാനങ്ങൾ ഇതെല്ലാം എടുക്കുന്നതിന് വേണ്ടി ഇടതു നേതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് സ്ഥലത്ത് ഗവർണർ ഇതേപോലെ ഇറങ്ങി നടന്നാലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് മിഠായി തെരുവിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ വർദ്ധിച്ച ജനപിന്തുണയിൽ യാതൊരു വിധത്തിലുള്ള കണ്ണുകടിയും തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഈ പരാതി അയച്ചിരിക്കുന്ന രാഷ്ട്രപതി ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്? ഏത് പരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ചയാളാണ്? എല്ലാവർക്കും നമസ്കാരം. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് ഒരു പരാതി കത്തയച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള തന്റെ പ്രസംഗങ്ങളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗവർണർക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അദ്ദേഹം സെക്യൂരിറ്റി പ്രോട്ടോകോൾ എല്ലാം തുടർച്ചയായിട്ട് മറികടക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനം പാസ്സാക്കിയിരിക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അദ്ദേഹം ഭരണഘടനാ ചുമതല നിറവേറ്റാതെ ഇരിക്കുന്നു തുടങ്ങിയ കുറേയധികം പരാതികൾ അദ്ദേഹത്തിനെതിരെ പരസ്യമായി തന്നെ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിന് ഇങ്ങനെ ഒരു കത്ത് ശ്രീ പിണറായി വിജയൻ അയക്കുന്നത്. ഈ അടുത്ത കാലത്തായി പല വിഷയങ്ങളിലും തമിഴ്നാട് സർക്കാരിനെ അനുകരിക്കാനുള്ള ഒരു ശ്രമം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. തമിഴ്നാട് ഗവർണർ ശ്രീ ആർ എൻ രവിയെ പുറത്താക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെതിരെ ഇതേപോലെ ഒരു പരാതി മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ അയച്ചിരുന്നത് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപാണ്. അതിൽ തീരുമാനമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കേരള ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പ്രധാനമായിട്ട് 2 ആരോപണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം തുടർച്ചയായിട്ട് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗവർണർ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നത് വലിയ കുറ്റമാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് ഗുരുതരമായിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോകോൾ ലംഘനമായിട്ട് അദ്ദേഹം പറയുന്നു. എന്നാൽ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് കോഴിക്കോട്ടുള്ള ജനങ്ങൾ സ്വീകരിച്ചത്, പ്രത്യേകിച്ച് മിഠായി തെരുവിലുണ്ടായിരുന്ന ആൾക്കാർ സ്വീകരിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. വളരെ സൗഹാർദ്ദപരമായിട്ട് ആൾക്കാരോടുകൂടി കുറേയധികം സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ഗവർണർ മടങ്ങിപ്പോകുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടത് മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരുമാണ്. എന്തുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നത് വലിയൊരു അപരാധമായിട്ട് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. മിഠായി തെരുവിലുള്ളതും മനുഷ്യരാണ്, കോഴിക്കോട്ടുള്ളതും മനുഷ്യരാണ്. അവർക്കെല്ലാവർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും ഇല്ലാതെ നമ്മുടെ രാജ്യത്തെ ഒരു ഭരണകർത്താവിനെ സ്വീകരിക്കുന്നതിന് ഒരു വൈമനസ്യവുമില്ല. അതിലെന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ നിറമൊന്നും ചാലിക്കേണ്ടെന്ന യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഏത് പാർട്ടിയിൽപ്പെട്ടയാളാണെങ്കിലും ഒരു ഭരണാധികാരി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ തെരുവിലുള്ള ജനങ്ങൾ, ആ നഗരത്തിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടി തന്നെ അവരെ സ്വീകരിക്കുമെന്ന കാര്യം നമുക്കുറപ്പാണ്. എന്നാൽ ആ ഒരു ഉറപ്പ് നമ്മളെക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹം പലപ്പോഴും ആൾക്കാരിൽ നിന്ന് വലിയ അകലം പാലിക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റും വളരെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നതാണ്. തന്നെയുമല്ലാതെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകലം പാലിക്കുന്നോ അത്രത്തോളം അകലം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നത്. തന്നെയുമല്ല, നമ്മുടെ നാട്ടിലുള്ള പല ഭരണകർത്താക്കളും സുരക്ഷാ പ്രോട്ടോക്കോളുകളെല്ലാം മറികടന്നുകൊണ്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് പറയാൻ കഴിയില്ല. സുരക്ഷ ഒരുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദന സൃഷ്ടിച്ചേക്കാം. എന്നാൽ അങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി എന്നതിൻ്റെ പേരിൽ ഒരു വലിയ അപരാധമാണ് ചെയ്തത് എന്ന് കരുതേണ്ടുന്ന കാര്യമില്ല. അതിൻ്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടുള്ള ചരിത്രവുമില്ല. ഇനി പ്രോട്ടോകോൾ ലംഘനം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള പല പ്രോട്ടോകോൾ ലംഘനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു അംഗം ഒരു മാധ്യമ സ്ഥാപനത്തിനെ പൂട്ടിക്കണം എന്ന രീതിയിൽ കത്തെഴുതി എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടാവുകയും അത് വസ്തുതാപരമാണ് എന്ന് തെളിയുകയും ചെയ്തതാണ്. ആ സമയത്ത് എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് ഇങ്ങനെ ഒരു കത്തെഴുതാനുള്ള ധൈര്യമുണ്ടായത് എന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി എവിടെയെങ്കിലും ചോദിച്ചതായി പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നിയമപ്രകാരം പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥാപനത്തിന്റെ അവകാശത്തിന് മേൽ കടന്നു കയറിക്കൊണ്ട് തനിക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ പൂട്ടിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ആരെങ്കിലും കത്തയച്ചാൽ അതിനെതിരെ പോലും ഒരക്ഷരം മിണ്ടാത്ത, ഒരു നടപടിയും എടുക്കാത്ത ഒരാളാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് അവരിൽ ഒരാൾ എന്ന രീതിയിൽ ഇറങ്ങിച്ചെന്ന ഗവർണറുടെ നടപടിയെ വലിയ മഹാപരാധമായി ചിത്രീകരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങേക്കറിയില്ല എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നും തന്നെ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരല്ല. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകളുണ്ടാകും, രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാകും. അതിൻ്റെ പേരിൽ ഘോരഘോരം തർക്കിച്ചെന്നിരിക്കും. പക്ഷേ എന്ന് കരുതി പൊതുസമൂഹത്തിനിടയിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് വന്നാൽ അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണ്, വ്യത്യസ്ത ആശയധാരയിലുള്ള ആളാണ് എന്നതിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും പ്രകടിപ്പിക്കുകയോ എന്തെങ്കിലും രീതിയിൽ മോശമായി പെരുമാറുകയോ ചെയ്യുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ തീരെയില്ല എന്നല്ല പറയുന്നത്. പക്ഷേ പബ്ലിക്കിലേക്ക് ഒരാൾ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർ വളരെ വലിയ സംയമനത്തോടു കൂടി മാത്രമേ നിലപാടുകൾ സ്വീകരിക്കാറുള്ളൂ. അതല്ല എങ്കിൽ വളരെ മോശമായ രാഷ്ട്രീയ ആശയങ്ങൾ പേറുന്ന സംഘടിതരായിട്ടുള്ള ആൾക്കാരായിരിക്കും തെറ്റായിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നത്. പൊതുവെ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവുമാണ്. ഇനി രണ്ടാമത്തെ വിഷയം, ഗവർണർ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള പല ചുമതലകളും നിറവേറ്റുന്നില്ല എന്നുള്ളതാണ്.
അതിൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന പല ബില്ലുകളിലും ഗവർണർ തീരുമാനമെടുക്കാൻ വൈകുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല. ഗവർണർ തന്നെ പലതവണ മാധ്യമങ്ങളുടെ മുന്നിൽ ആവർത്തിച്ചതുപോലെ തനിക്ക് തൻ്റെ മുന്നിലെത്തുന്ന ബില്ലുകളെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്. അത് വിശദീകരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയോട് അവിടെ ഹാജരാകാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നാൽ മുഖ്യമന്ത്രി പലപ്പോഴും ചെല്ലാതെ മന്ത്രിമാരെയാണ് അവിടേക്ക് അയക്കുന്നത്. മുഖ്യമന്ത്രിക്ക് തന്നെ ഭരണഘടനാപരമായി ഗവർണർ വിളിച്ചാൽ അവിടെ ചെന്ന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടുന്ന ബാധ്യതയുണ്ട്. എന്നാൽ താനത് നിറവേറ്റുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. തന്നെയുമല്ല, താനൊരു തീരുമാനമെടുത്താൽ വളരെ വിവാദമാകുന്ന, പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള ചില ബില്ലുകൾ തന്റെ മുന്നിൽ ഒപ്പിടാനായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തോന്നിയ ഗവർണർ അവയെല്ലാം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി റിസർവ് ചെയ്തിരിക്കുകയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രപതിയുടെ അടുത്തേക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ പരാതിയുമായി ചെല്ലുന്നത്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഗവർണർ ശ്രമിക്കുന്നത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ പൊതുവെയുള്ള ആരോപണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ അജണ്ട ഒറ്റയ്ക്ക് സ്വന്തം താല്പര്യപ്രകാരം നടപ്പാക്കേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള ആവശ്യവും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ല. ഇനി അഥവാ അങ്ങനെ ഒരു അജണ്ട ഉണ്ട് എങ്കിൽ അത് കേന്ദ്ര താല്പര്യപ്രകാരം തന്നെ ആകാനുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഈ പരാതി അയച്ചിരിക്കുന്ന രാഷ്ട്രപതി ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്, ഏത് പരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ചയാളാണ്? അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഒരു പൊടിക്കൊന്ന് അടങ്ങുക. ഗവർണറുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നും അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും മനസ്സിലാക്കുക. ആൾക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് നടാടെ ആരെങ്കിലും ചെയ്യുന്ന ഒരു മഹാപരാധമാണ് എന്ന നിലയ്ക്ക് കാണാതെ ഇരിക്കുക. ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും കഴിയുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശ്രമിക്കുക. ഗവർണർ പറയുന്ന രാഷ്ട്രീയ അഭിപ്രായം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന നിലയ്ക്ക് പരിഗണിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല. കുറച്ചു കാലം മുമ്പ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗവർണർ അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നതും നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാം തന്നെ അതൃപ്തിക്ക് കാരണമാകുന്നതും. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കണം എന്ന് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് അതിനോട് CPM സഹകരിച്ചില്ല. അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തന്നെ ഗവർണർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായമാണ്, അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഒരാൾക്കെതിരെ പ്രമേയം പാസ്സാക്കേണ്ടുന്ന കാര്യമില്ല എന്നാണ്. അന്ന് ഗവർണർക്ക് അനുകൂലമായ നിലപാടെടുത്ത മുഖ്യമന്ത്രി ഇന്ന് ഗവർണർ മറ്റൊരു രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു പരാതി അദ്ദേഹത്തിനെതിരെ രാഷ്ട്രപതിക്ക് അയക്കുന്നത് എത്ര അനുചിതമായിട്ടുള്ള നടപടിയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. ഒന്നുകൂടി പറയട്ടെ, ഗവർണർക്ക് കോഴിക്കോട് മിഠായി തെരുവിൽ കിട്ടിയ സ്വീകരണം ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടുള്ള താല്പര്യത്തെയാണ്, തൃപ്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അത് കോഴിക്കോട് മിഠായി തെരുവിൽ എന്നല്ല, കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് സ്ഥലത്ത് ഗവർണർ ഇതേപോലെ പൊതുസ്ഥലത്ത് ഇറങ്ങി നടന്നാലും ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് മിഠായി തെരുവിൽ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർദ്ധിച്ച ജനപിന്തുണയിൽ യാതൊരു വിധത്തിലുള്ള കണ്ണുകടിയും തോന്നിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അസൂയ, കണ്ണുകടി ഇത്യാദി മാനുഷിക വികാരങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ഹിതകരമായിട്ടുള്ള, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ, ഭരണപരമായ തീരുമാനങ്ങൾ ഇതെല്ലാം എടുക്കുന്നതിന് വേണ്ടി ഇടതു നേതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഒരു ചെറിയ നിർദ്ദേശം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.